ഒരു സൂപ്പർ സ്റ്റാർ എന്ന പദവി കിട്ടിയതിനു ശേഷം ആകെ ചുരുക്കം കുറച്ച് ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നത്. മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, ഷാറുഖ് ഖാൻ ഒക്കെ. അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന പദവി കിട്ടിയതിനു ശേഷം ഡേവിഡ് പടിക്കൽ എന്ന ആക്ടർ എത്രത്തോളം മാറുന്നു, അത് ആ ആക്ടർ എങ്ങനെയൊക്കെ തിരുത്തുന്നു എന്ന് സംസാരിക്കുന്ന സിനിമയാണ് നടികർ. ഹൗ ടു ബിക്കം എ ഗുഡ് ആക്ടർ എന്നൊരു സബ്ജക്ട് ബേസ് ചെയ്താണ് സുവിൻ എസ് സോമശേഖരൻ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഡേവിഡ് പടിക്കലിന്റെ ജീവിതത്തിൽ ആ ഒരു പ്രോസസ്സ് എത്രത്തോളം വർക്കൗട്ട് ആയി ചോദിച്ചാൽ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ ഒരു ടെക്നിക്, പ്രോസസ് എല്ലാം നല്ല രീതിയിൽ തന്നെ പറയാൻ സാധിച്ചിട്ടുണ്ട് റൈറ്ററിന്. ഡേവിഡ് പടിക്കൽ എന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ആക്ടറിന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷനെ ഫോക്കസ് ആണ് ഈ ഹോൾ സിനിമയുടെ റിവോൾവ്മെന്റ് ഇരിക്കുന്നത്. മിനിഞ്ഞാന്ന് കണ്ട മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ ഏകദേശം ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതൽ നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്തത് ഈ സിനിമയുടെ റൈറ്റിംഗ് ആൻഡ് സിറ്റുവേഷൻസ് ആണ്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടറൈസേഷൻ ആണെങ്കിൽ നന്നായിരുന്നു. ബ്യൂട്ടിഫുൾ റിട്ടേൺ സൗബിന്റെ ക്യാരക്ടർ, സുരേഷ് കൃഷ്ണ, ബാലവർഗീസിന്റെ എല്ലാം. പിന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴാണ് റൈറ്റർ ഔട്ട് ഓഫ് ഐഡിയാസ് ആയി പോലെ ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ കണ്ട സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈവൻസ് എല്ലാം സെക്കൻഡ് ഹാഫിൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊരു പുതുമ ഫീൽ ചെയ്യില്ല. പക്ഷെ അപ്പോഴും നമ്മളെ പിടിച്ചിരുത്തുന്നത് ലാൽ ജൂനിയറിന്റെ ഫിൽം മേക്കിംഗ് ട്രീറ്റ്മെന്റ് ആണ്. എത്ര പേര് ലാൽ ജൂനിയറിന്റെ സ്റ്റൈലിഷ് ഫിൽം മേക്കിങ്ങിന്റെ ഫാൻ ആണെന്ന് അറിയില്ല, പക്ഷെ ഞാനത് എപ്പോഴും എൻജോയ് ചെയ്തിട്ടുള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും, ഹണീബി, ഹായ് ആം ടോണി ആണെങ്കിലും എന്തൊരു വിഷ്വലി ക്യാപ്റ്റിവേറ്റിംഗ് ആണ് ഈ സിനിമയും. അതിനെ വളരെ നന്നായിട്ട് തന്നെ ടൊവിനോയുടെ കോസ്റ്റ്യൂംസ്, കളറിംഗ്, ലൈറ്റിംഗ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് ഒരു വലിയ ഹൈലൈറ്റ് തന്നെ. ടൊവിനോ വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് ചൂടനായ ഡേവിഡ് പടിക്കലായിട്ട്. സുരേഷ് കൃഷ്ണ കിടുക്കി ഓരോ വരുന്ന സീനുകളും കോമിക് ടൈമിംഗ് വെച്ച് വളരെ നന്നായിട്ട് തന്നെ ഷൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാലു വർഗീസ്, ഭാവന, സൗബിൻ, രഞ്ജിത്ത് ഇവരൊക്കെ നന്നായിരുന്നു. വേറെ 2-3 നോട്ടബിൾ ക്യാമിയോസ് ഉണ്ട്. ഇവരൊക്കെ രസത്തോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് ബൈ രജീഷ് കലക്കി, വളരെ ടൈറ്റ് ആൻഡ് ക്രിസ്പ് ആയിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ മ്യൂസിക് എടുത്തു പറയേണ്ട സംഭവം. ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് എല്ലാവരും നമുക്ക് ഭയങ്കര ഒരു വൈബ്രന്റ് ഇമേജ് ആണ് നമുക്ക് ഫീൽ ചെയ്യണത്. സിനിമാറ്റോഗ്രഫി പൊളിച്ചു ബൈ ആൽബി. ഇനി നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ഹാഫിലെ സിറ്റുവേഷൻസ് ആൻഡ് ഈവൻസ് കുറച്ച് റിപ്പീറ്റഡ് ആവും. പിന്നെ ടീസറിൽ ഒരു ഷോർട്ട് ഫൈറ്റ് സീക്വൻസ് കണ്ടിട്ടുണ്ടായി. അത് ടീസറിൽ നല്ല പ്രോമിസ് ചെയ്യുന്നത്, പക്ഷേ തിയേറ്ററിൽ വലിയ ഇമ്പാക്ട് ആയിട്ട് കിട്ടിയില്ല. നല്ല ക്യാമറ വർക്കൊക്കെ ആണെങ്കിൽ പോലും ക്ലൈമാക്സും ഭയങ്കര വലിച്ചു നീട്ടി, കുറച്ച് ഷോർട്ട് ആൻഡ് ട്രിം ആക്കായിരുന്നു ഫീൽ ചെയ്തു. ഓവറോൾ ഒരു ഗുഡ് എന്റർടൈനർ ആയിട്ട് നടികരുന്ന സിനിമ ഫീൽ ചെയ്തു. ഉദയനാണത്താരൊന്നും പ്രതീക്ഷിച്ചു പോരുത്, പക്ഷെ എന്നാലും ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് നടികർ.